അപ്പോൾ ഇന്ന് നമുക്ക് പരിശുദ്ധ ദൈവമാതാവിന്റെ രണ്ടാം വ്യാകുലത്തെ കുറിച്ച് ധ്യാനിച്ചാലോ? ഈശോ വിധിക്കപ്പെടുമെന്ന വാർത്ത അറിഞ്ഞ് എങ്ങോട്ടാണ് പലായനം ചെയ്തതെന്നറിയോ? ഇല്ല, പരിശുദ്ധ ദൈവമാതാവ് ഈജിപ്തിലേക്കാണ് പലായനം ചെയ്തത്. പരിശുദ്ധ ദൈവമാതാവ് എന്തോരം സഹനങ്ങൾ സഹിച്ചിട്ടുണ്ടല്ലേ. എല്ലാം നമുക്ക് വേണ്ടിയാ. നമുക്കിന്നൊരു കുഞ്ഞു സഹനം എടുത്താലോ? എന്ത് സഹനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? TV കാണണ്ടെന്ന് വെക്കാം, എന്നിട്ട് പരിശുദ്ധ ദൈവമാതാവിനോട് പ്രാർത്ഥിക്കാം, അല്ലേ? പ്രാർത്ഥിക്കാം. നിത്യസഹായനാദി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാം. സ്നേഹനാദേ കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, നിന്തിരുസൂനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. നിത്യസഹായനാദേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാം. സ്നേഹനാദേ